ആരാധിക്കാൻ വേണ്ടി നിനക്കൊരു ഫോം വേണോ? വിഗ്രഹത്തിൽ നോക്കിക്കോ. പക്ഷേ നിൻ്റെ ഉള്ളിലാണ് ഈശോൻ ഇരിക്കുന്നത്, നീ തന്നെ മനസ്സിലാക്കണം. കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇത് ശ്രദ്ധേയമായി നമ്മളെ മനസ്സിലാക്കുന്നു. ശബരിമലയിലെ ആചാരങ്ങൾ മനുഷ്യന് വഴക്കുണ്ടാക്കാനല്ല അവിടുത്തെ ആചാരം. അവിടുത്തെ ഭൂമിശാസ്ത്രം അനുസരിച്ചുണ്ടായതാണ്. വേറൊരു സ്ഥലത്താണ് വേറെ ആചാരം ഉണ്ടായതാണ്. ആയിരം മൈലുകൾ താണ്ടി കരിമല കയറ്റം കഠിനപ്പൊന്ന് അയ്യപ്പ കയറി ശരംകുത്തി കയറി ഇറങ്ങി 18-ാം പടി കയറി അവൻ ചെല്ലുമ്പോൾ ഭഗവാന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്, എടാ ഭക്ത, നീ 1000 കിലോമീറ്റർ നടന്ന് ആ കരിമല കയറ്റം കഠിനപ്പൊന്ന് അയ്യപ്പ കയറി ശരംകുത്തി കയറി ഇറങ്ങി 18-ാം പടി കയറുന്ന ഭക്ത, നീയും അകത്തിരിക്കുന്ന അയ്യപ്പനാകുന്ന ഞാനും ഒന്നാകുന്നു. തത്വമസി. അവനെ മനസ്സിലാക്കാണ്. അവനിൽ തന്നെയാണ് ഈശ്വരൻ. മലയാളിയെ ജനിച്ചതിൽ ഏറ്റവും മഹാനായ മലയാളിയാണ് ശങ്കരാചാര്യൻ. അദ്ദേഹം പറഞ്ഞ അദ്വൈതം, ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് അയ്യപ്പ ഭഗവാന്റെ അവിടെ ചെല്ലുമ്പം മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവന് മനസ്സിലാവും, ഞാനും ഭഗവാനും ഒന്നാണ്. ഞാനും ഭഗവാനും ഒന്നാണെങ്കിൽ പിന്നെ ഭഗവാൻ നിറക്കാത്ത എന്തെങ്കിലും മനുഷ്യൻ പിന്നെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റിയല്ല. ഈ തത്വമസി എന്ന പ്രസിദ്ധമായ ചാന്തോക്യോപനിഷത്തിലെ സംഭവം വളരെ ശ്രദ്ധേയമായി നമ്മളെ പഠിപ്പിച്ചത് കബീർ എന്ന പ്രസിദ്ധനായ കവിയാണ്. കബീർ എന്ന ത്രിവേണി സംഗമത്തിൽ ജീവിച്ചിരുന്ന കവിയാണ്. മുസ്ലിങ്ങൾ എടുത്തു വളർത്തി കബീർ എന്ന് പേര് കിട്ടി. അദ്ദേഹം ശിഷ്യനാണ് സിഖ് മതത്തിൻ്റെ മുഖ്യനാഥമായ ഗുരു നാനാക്ക്. അദ്ദേഹം ഒരു ദോഹ എഴുതി, തേരാ സായി തുജിമേ ജോ പുഹുപ്പനുമേം ബാസ് കസ്തൂരി കാ മൃഗജോ ഫിർവിറുണ്ടേ കാസ്. എടാ ഭക്ത, തേരാ സായി, നിന്റെ ഉള്ളിലാണ് ഈശോൻ ഇരിക്കുന്നത്. എങ്ങനെ? ജോം പുഹുപ്പനുമേം ബാസ്, പുഷ്പത്തിൽ സുഗന്ധമിരിക്കുന്നത് പോലെ നിന്റെ ഉള്ളിൽ ഈശോൻ ഇരിക്കുകയാണ്. പിന്നെ കബീർ നമ്മളെ കളിയാക്കാണ്. കസ്തൂരിക്കാ മൃഗജോം, കസ്തൂരിമാനൻ്റെ വാലിൻ്റെ അവിടെയാണ് കസ്തൂരി ഗ്രന്ഥി ഇരിക്കുന്നത്. അതിനകത്ത് ഒരു തുള്ളി കസ്തൂരി പുറത്തു വരും. ഈ മണം കേൾക്കുമ്പോൾ മാൻ വിചാരിക്കും, ഈ മണം എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് ഓട്ടം പിടിക്കും. ഓടി ക്ഷീണിച്ച് മാൻ വന്നിരിക്കും. ഇരിക്കുന്നത് എവിടെയാണ്? കസ്തൂരി ഗ്രന്ഥിൻ്റെ മേളിലോട്ടാണ്. അടുത്തൊരു തുള്ളി കസ്തൂരി പുറത്തു വരും. അവൻ ഓട്ടം പിടിക്കുകയാണ്. കബീർ പറയുന്നു, ആ കസ്തൂരി മാനിനെ പോലെ നിന്റെ ഉള്ളിൽ ഈശ്വരനെ തപ്പി നീ എന്തിനാണ് ഈ ലോകം മുഴുവൻ ഓടുന്നത്? ചോദിക്കുകയാണ്. ഈ വലിയ തത്വം ഭക്തന്മാരെ ശബരിമല പഠിപ്പിക്കുന്നു. നിന്റെ ഉള്ളിൽ തന്നെ ഈശ്വരനുണ്ട്. യു ഫൈൻഡ് ഔട്ട് ദ ഗോഡ് വിതിൻ യു. മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ 43 ക്ഷേത്രമുണ്ട്. അരുവിപ്പുറത്ത് അദ്ദേഹം 1888 പ്രതിഷ്ഠിച്ച ഒരു കല്ലാണ്. വെറൊരു കല്ല്, ഒരു രൂപമില്ല. കല്ലായി പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ഈശ്വരനെ ഈശോവാസം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈശോവാസിമിതം സർവം, എല്ലാ കല്ലിലും തൂണിലും ഈശ്വരനുണ്ട്. ഹിരണ്യകശിപു പ്രഹ്ലാദൻ ചോദിച്ചു, എവിടാ നിന്റെ ദൈവം? പ്രഹ്ലാദ സ്തുതി ഭാഗവതത്തിലെ പ്രസിദ്ധമായ ഭാഗമാണ്. പ്രഹ്ലാദൻ പറയുകയാണ്, മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. ആ കല്ലിനെ എടുത്തിട്ട് അവിടെ വെച്ചു ഗുരുദേവൻ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ക്ഷേത്രത്തിൽ വിഗ്രഹം ഉണ്ടാക്കി. അദ്ദേഹം വിഷ്ണു ഭഗവാന്റെ പേരുള്ള ആളാണ്, ശ്രീനാരായണൻ. പക്ഷെ അദ്ദേഹം പണിഞ്ഞ ക്ഷേത്രത്തിൽ ഭൂരിപക്ഷവും ശിവക്ഷേത്രമായിരുന്നു, 4 ദേവീക്ഷേത്രമായിരുന്നു. 3ാം സ്റ്റേജ് എത്തിയപ്പോൾ വിഗ്രഹം വേണ്ട, വിഗ്രഹം ഇല്ല. പ്രപഞ്ചം മുഴുവൻ പരബ്രഹ്മമാണ്. ഓച്ചിറ ക്ഷേത്രത്തിന് വിഗ്രഹം ഉണ്ടോ? ഇല്ല. പരബ്രഹ്മ ക്ഷേത്രത്തിന് വിഗ്രഹമില്ല. ഗുരുദേവൻ എന്ത് ചെയ്തു? കൊണ്ട് എഴുതി വെച്ചു, സത്യം, ധർമ്മം 4 വാക്ക്, സ്നേഹം 4 വാക്ക്. അത് നോക്കിയിട്ട് വായിച്ചാൽ മതി, ഈശ്വരനെത്തി. അത് കഴിഞ്ഞ് അദ്ദേഹം 43ാം ക്ഷേത്രത്തിൽ വന്നു. എന്ത് ചെയ്തു? അദ്ദേഹം ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചു. നമ്മൾ പോയി നോക്കുമ്പോൾ നമ്മളെ കാണുന്നേ. തത്വമസി, നിന്നെ ഉള്ളിൽ തന്നെ ദൈവമുണ്ട് നീ മനസ്സിലാക്കും. നീ കാണുന്ന ദൈവമുണ്ടല്ലോ കണ്ണാടി, അത് നീ തന്നെയാണ്. ആ ഗുരുദേവൻ ഉണ്ടാക്കിയ കണ്ണാടി പ്രതിമയാണ് നമ്മൾ ശബരിമല ചെല്ലുമ്പോൾ പറഞ്ഞു തരുന്നത് തത്വമസി. ആരാധിക്കാൻ വേണ്ടി നിനക്കൊരു ഫോം വേണോ? വിഗ്രഹത്തിൽ നോക്കിക്കോ. പക്ഷേ നിന്റെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്, നീ തന്നെ മനസ്സിലാക്കണം. കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇത് ശ്രദ്ധേയമായി നമ്മളെ മനസ്സിലാക്കുന്നു. ശബരിമലയിലെ ആചാരങ്ങൾ മനുഷ്യന് വഴക്കുണ്ടാക്കാനല്ല അവിടുത്തെ ആചാരം. അവിടുത്തെ ഭൂമിശാസ്ത്രം അനുസരിച്ചുണ്ടായതാണ്. വേറൊരു സ്ഥലത്താണ് വേറെ ആചാരം ഉണ്ടായതാണ്. 1914 വാർഡൻ ഗവർണർ വരുമ്പോൾ ശബരിമല ആകെ 16,000 പേരെ വരുന്നുള്ളൂ. അത് എഴുതി വെച്ചിട്ടുണ്ട്. 1916 ശബരിമല വിസിറ്റഡ് ബൈ 60,000 പീപ്പിൾ എ ഇയർ. 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി.
ശബരിമല വന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? 50,000. 60 ദിവസം കൊണ്ട് 50,000 പേര് വന്നു. 1964 MKK നായർ, FA സീറ്റ് ഉണ്ടാക്കിയ MKK നായർ അദ്ദേഹം ഇന്ത്യ മുഴുവൻ ഒരു അയ്യപ്പ പരിക്രമണം ഉണ്ടാക്കി. ഇന്ത്യ മുഴുവൻ പട്ടണത്തിലും അദ്ദേഹം അയ്യപ്പൻ്റെ വിഗ്രഹം കൊണ്ടുപോയി അയ്യപ്പനെ പറ്റി പ്രസംഗം ബഹളമാണ്. അവസാനം ആ പാവത്തിനെ സസ്പെൻഡ് ചെയ്ത് ഇരുത്തിയാൽ റിട്ടയർ അയച്ചത് വേറെ കാര്യം. അതോടുകൂടി അയ്യപ്പൻ്റെ സന്നിധിയിൽ 50,000 പോയി 5 ലക്ഷമായി, പിന്നെ അത് 15 ലക്ഷമായി. 2000 ആണ്ടായപ്പോൾ ശബരിമലയിൽ വന്നവരുടെ എണ്ണം ഒരു സീസൺ വന്നപ്പോഴത്തേന് 1 കോടിയായി. 1 കോടി. 2011 മകരവിളക്കിന് മാത്രം 10 ലക്ഷം പേര് വന്നു. അന്നാണ് പുല്ലുമേട് ദുരന്തം ഉണ്ടായി. 102 പേര് മരിച്ചുപോയി അന്ന്. ഇത് ഇപ്പോൾ അത് ഒരാണ്ടിൽ 1,20,00,000 പേര് മാലയിട്ടുന്ന ഒരു ക്ഷേത്രമായിട്ട് മാറി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന 5 സ്ഥലങ്ങളിലൊന്നാണ്. ഇനി 60 ദിവസത്തിന് വരെ 300 ദിവസം തുറന്നു കൊടുത്താൽ ഒരുപക്ഷെ ത്രിവേണി സംഗമം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭക്തരുടെ ക്ഷേത്രമാണ് ശബരിമല മാറും. പെട്ടെന്നൊന്നും സമ്മതിച്ചില്ല, എങ്കിലും ഇതാണ് സംഭവം. അപ്പോൾ അന്ന് 20,000 പേര് വരുമ്പോൾ അവിടെ ചില ആചാരം ഉണ്ടായിരുന്നു. അവിടെ വനമാണ്, അവിടെ വണ്ടിയില്ല, കാറില്ല, ജീപ്പില്ല, മോട്ടോർ സൈക്കിളിലൊന്നുമില്ല, നടന്നു പോകണം. അപ്പം വന്യമൃഗങ്ങളുള്ള സ്ഥലത്ത് നടന്നു പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഏകദേശം പറ്റിയൊരു സീസൺ വെച്ചിട്ട് ഉണ്ടാക്കി. ഇപ്പോൾ വാഹനങ്ങൾ വന്നു, ഹെലികോപ്റ്റർ വന്നു, റോപ്പ് വേ ഉണ്ടായി. ഇതെല്ലാം ഉള്ള യുഗത്തിലേക്ക് ശബരിമലയെ മാറ്റണം. അപ്പം 3 കോടി ജനങ്ങൾ വരുന്ന 1,000 കോടി ഒരു വർഷം വരുമാനം ഉണ്ടാകുന്ന വലിയ ക്ഷേത്രമായി മാറുകയാണ്. ആചാരങ്ങൾ അതനുസരിച്ച് മാറണം. ആചാരം. എന്നാൽ ആചാരം മാറുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് അയ്യപ്പ സങ്കല്പത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. സ്വാമി അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള നമ്മൾ പഠിക്കുന്ന കഥകളിൽ ശ്രദ്ധേയമായി നമ്മളെ പഠിപ്പിച്ച 34 പോയിൻ്റുണ്ട്. 34 പോയിൻ്റ്. 34 പോയിൻ്റ് മനസ്സിലാക്കിയിട്ട് ആ അർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിൽ നിന്നൊരു ഭക്തന് അയ്യപ്പ ഭഗവാനെ സ്തുതിക്കാനായിട്ട് പറ്റിയിരിക്കണം. അപ്പോൾ ഭാഷാശാസ്ത്രപരമായി ചില മാറ്റങ്ങൾ വരുത്തും. ചിലപ്പം ഇന്ത്യയിലെ വലിയൊരു സങ്കല്പമായിരുന്നു വായു ഭഗവാൻ. അതിനെ സംസ്കൃതത്തിൽ വിളിച്ചു മരുത്വ. അപ്പോൾ രാമായണത്തിൽ ലക്ഷ്മണനൊക്കെ യുദ്ധത്തിൽ മയങ്ങി വീണു. മോചിപ്പിക്കാൻ വേണ്ടി സമ്മോഹിനി വേണം. സമ്മോഹിനി പ്രയോഗിച്ചിരിക്കുകയാണ്, പകരം ബോധം തെളിയണം. ഹനുമാനോട് പറഞ്ഞു, നീ മരുത്വ മലയിൽ പോയി മരുന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മരുത്വ മല വന്ന് മരുന്ന് പറിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോയി ലക്ഷ്മണനെ മണപ്പിച്ചിട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. ആ മരുത്വ മലയിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ധ്യാനത്തിന് പോയത്. പക്ഷേ മരുത്തെന്ന് പറയുന്ന ദേവനെ ചില ജാതിക്കാരെ മാത്രമേ വിളിക്കാവൂ. പകരം എന്ത് ചെയ്തു? ആ ദേവനെ മറുത എന്നാക്കി. താഴ്ന്ന ജാതിക്കാർ മറുതയെ ആരാധിക്കാം, പക്ഷേ വായുഭഗവാനെ ആരാധിക്കാൻ പാടില്ല. മഠൻ ബുദ്ധഭഗവാനാണ്, അതിനെ പിടിച്ച് മാടനാക്കി. പിന്നെ ഹിന്ദുമതത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, ശ്യാമദേവ സങ്കല്പം. ശ്യാമം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഭാവത്തിലുള്ള വിശ്വേശ്വരൻ കനകകളേവര ദർശനം എന്ന ദേവീഭാവമാണ്. അതിനെ ശ്യാമസുന്ദര പുഷ്പം എന്ന് പറയുന്ന ശ്യാമസംഗതിയാക്കി. പക്ഷേ ചില ജാതിക്കാർ മാത്രമേ ഇങ്ങനെ വിളിക്കാൻ പറ്റൂ. ബാക്കിയുള്ള എന്ത് ചെയ്യണം? ചാമുണ്ടിയെ പിടിച്ചിട്ട് ചാമുണ്ടിയാക്കി മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചാമുണ്ടിയാക്കി. ശ്യാമസുന്ദരിയെ ഭഗവതിയെ പിടിച്ച് ചാമുണ്ടിയാക്കി മാറ്റിക്കളഞ്ഞു. ഇതൊക്കെ ഭാഷയിലുണ്ടായ പ്രശ്നമാണ്, ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ ആരാധിക്കുന്ന ദേവൻ്റെ പേര് വെച്ചിട്ട് ഒറിജിനൽ ദേവസങ്കല്പം എന്തായിരുന്നു? മറുതെ പ്രാർത്ഥിക്കുന്ന ഒരാൾ വായുഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മനസ്സിലാക്കണം. ചാമുണ്ടിയെ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ മനസ്സിലാക്കണം, ഇത് ചാമുണ്ടിയാണ്, ശ്യാമസുന്ദരിയായ ഭഗവതിയുടെ ഭാവമാണ് ഇരിക്കുന്നത്. ആരാണ് വിശ്വേശ്വരൻ കനകകളയുടെ ദർശനമേ? കാളി ഭഗവതിയാണ്. ആ കാളി ഭഗവതിയെ പിടിച്ച് ചാമുണ്ടിയാക്കി, പിന്നെ ചാമുണ്ടിയാക്കി മാറ്റി. വായിൽ രക്തമൊക്കെ പിടിച്ചു നിന്ന് കാളി ഭഗവതിയാക്കി മാറ്റി. ഇത് ചരിത്രത്തിൽ താളുകളിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ അയ്യപ്പ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പം അയ്യപ്പ ഭഗവാന്റെ ഒറിജിനൽ ഫോം അറിഞ്ഞിരിക്കണം. അതറിഞ്ഞിരിക്കുന്ന ഭാവത്തിലാണ് വളരെ കൃത്യമായി പരമശിവൻ്റെയും വിഷ്ണു ഭഗവാന്റെയും ഫോം ഇവിടെ ഒത്തുചേരുമ്പോൾ അത് സംബന്ധിച്ചുള്ള ചില ഫോമുണ്ട്. അക്കൂട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിൽ കിരാതമൂർത്തി വരുന്നത്. കിരാതമൂർത്തി പരമശിവന് 18 അവതാരമാണ്. 12 മനുഷ്യരൂപം, 6 മൃഗരൂപം. ഇതോരോന്ന് മാറുമ്പോൾ പരമശിവൻ ആരാന്ന് മനസ്സിലാക്കിയില്ലേ കിരാതമൂർത്തി ആരാന്ന് മനസ്സിലാക്കുക. എന്തിനാണ്
പരമശിവൻ കിരാത ഫോം എടുത്തത്. പരമശിവൻ ആനയുടെ ഫോം എടുക്കുമ്പം പാർവതി ആനയുടെ ഫോം എടുക്കും. പരമശിവൻ കുരങ്ങനാവുമ്പം പാർവതി കുരങ്ങനാവും. വളരെ രസമാണ് കേട്ടോ ആ ചരിത്രം പറയാനായിട്ട്. അപ്പോൾ ഈ പാർവതിയെ കിരാതനും കിരാതയുമായ സമയത്ത് എങ്ങനെയാണ് പരമശിവൻ ഈ ഫോം ചേഞ്ച് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനമാണ് പരമശിവൻ ഭാര്യയെ കരുതിയത് എങ്ങനെയാണ്. ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യ മിസ്സസ് അലക്സാണ്ടർ ജേക്കബ്, എൻ്റെ ഭാര്യ കോളേജ് പ്രിൻസിപ്പലാണ്. പക്ഷേ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഭാര്യ ഇതാ പോകുന്നത് ഇങ്ങനെയാണ്. പരമശിവന് ചെയ്താ? പരമശിവൻ ചെയ്തില്ല. പരമശിവൻ ചെയ്യാൻ വിളിച്ച പേരെന്താണെങ്കിലും ഉമാമഹേശ്വരൻ, ഉമയുടെ ഭർത്താവായ മഹേശ്വരൻ. പരമശിവൻ ഒരിക്കലും പാർവതിയെ മിസ്സസ് പരമശിവനാക്കിയില്ല. ഉമാമഹേശ്വരൻ, പാർവതി വല്ലഭൻ, പാർവതിയെ കെട്ടിയ ആളെന്ന് പരമശിവൻ സ്വയം വിളിച്ചു. പാർവതി ഒരിക്കലും മിസ്സസ് പരമശിവനാക്കിയില്ല. പിന്നെ എന്ത് ചെയ്തു? ഗൗരി ശിവൻ, പാർവതിയുടെ ഗൗരീഭാവത്തിൽ ഗൗരിയെ കല്യാണം കഴിച്ച ആൾ. തിരുവനന്തപുരത്ത് ഗൗരീശവട്ടം ക്ഷേത്രമാണ്, ശിവഗൗരി ക്ഷേത്രമാണ്. ഒരേ കല്ലാണ്. അതിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ കൂടെ നോക്കിയാൽ പരമശിവനെ കാണാം, സൈഡ് ഗേറ്റിൽ കൂടെ നോക്കിയാൽ പാർവതിയെ കാണാം. ഒറ്റക്കല്ലിൽ 1000 കൊല്ലത്തിന് ശില്പി അവനെ നമ്മൾ നമിച്ചേ പറ്റുള്ള ആ ശില്പിയെ കൃഷ്ണശിലയിലാണ്.